ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തീയലാണ്. അതിനായിട്ട് നമുക്കൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 3 സവാള നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ വഴറ്റണം. ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഓക്കെ, അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഓക്കെ, ഇപ്പോൾ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോല്, ഉരുളക്കിഴങ്ങ് എന്നിവ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് വേകാൻ വേണ്ടിയുള്ള വെള്ളം നമ്മളിതിൽ നേരത്തെ ഒഴിച്ചിരുന്നു. ഇത് ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കാം. തേങ്ങ നമുക്ക് അരമുറി എടുക്കാം. അത് ഒരു പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു നല്ല കളർ ചേഞ്ച് വരണം. കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. നേരത്തെ വേവാൻ വെച്ചിരുന്ന കൂട്ടിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒന്ന് വേവട്ടെ, കുറച്ച് നേരം അടച്ചു വയ്ക്കാം. തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ വറുത്തത് അരച്ചിട്ട് നമുക്ക് ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കറിയിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിക്കുക. നന്നായിട്ട് ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ചെയ്യാമെന്നുള്ളത് വെളിച്ചെണ്ണ, കടുക് താളിച്ചൊഴിക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഇവയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.